വേനലവധി ആരംഭിച്ചതോടെ പ്രത്യേകിച്ച് വാരാന്ത്യ ദിവസങ്ങളിൽ കേരളം വഴിയുള്ള ട്രെയിനുകളിൽ അസാധാരണമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റിസർവേഷൻ ടിക്കറ്റുകൾ ദിവസങ്ങൾക്ക് മുമ്പേ മുഴുവനായി നിറയുകയും പലർക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് അധിക സർവീസിനായി ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നീക്കം. വേനലവധിക്ക് യാത്ര പോകുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തിരക്ക് പരിഹരിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ സർവീസുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ റൂട്ടിലാണ് സ്പെഷ്യൽ എക്സ്പ്രസ് സർവീസ് നടത്തുക. മെയ് 4 മുതൽ ജൂൺ 8 വരെ ഈ സ്പെഷ്യൽ ട്രെയിൻ ഓടും. തിങ്കളാഴ്ച ദിവസങ്ങളിലായിരിക്കും സർവീസ്. തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 4 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 10:55 എഗ്മോറിലെത്തും. തിരിച്ചുള്ള വണ്ടി ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ സ്പെഷ്യലായി മെയ് 5 മുതൽ സർവീസ് തുടങ്ങും. ജൂൺ 9 മുതൽ വരെ ഈ സർവീസ് തുടരും. ചൊവ്വാഴ്ചകളിലാണ് സർവീസ് നടത്തുക. പകൽ 2 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 7 മംഗളൂരുവിലെത്തും. 2 AC 2 ടയർ, 8 AC 3 ടയർ, 6 സ്ലീപ്പർ, 4 ജനറൽ, ഒരു ഭിന്നശേഷി കോച്ച് എന്നിവയുണ്ടാകും. കാസർഗോഡ്, കാഞ്ഞങ്ങോട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. പൊതുവെ യാത്രാ ദുരിതം കൂടുതലുള്ള മലബാർ മേഖലയിൽ വേനലവധി കൂടി വരുന്നതോടെ ദുരിതം കൂടുമെന്ന ഭീതിയിലാണ് യാത്രക്കാർ. ടൂറിസം യാത്രകൾ വലിയൊരളവ് ട്രെയിനുകളിലാണ് നടക്കുക. അതേസമയം യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ മധുക്കർ റൌട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വൈകുന്നേരങ്ങളിൽ വടക്കൻ കേരളത്തിൽ വലിയ യാത്രാ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ട്രെയിനുകളിൽ ശ്വാസം മുട്ടിയാണ് ജനങ്ങളുടെ യാത്ര. നിലവിലെ സ്ഥിതിയിൽ കൂടുതൽ സർവീസ് തുടങ്ങിയാൽ അത് ലാഭകരമാകുമെന്നാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് നീട്ടുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. കാസർഗോഡ് വരെയോ മംഗളൂരു വരെയോ ട്രെയിൻ നീട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഡിവിഷണൽ മാനേജർ മധുക്കർ റൌട്ട് അറിയിച്ചു. നിലവിൽ നിരവധി ട്രെയിനുകളാണ് കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നത്. ഇവ കാസർഗോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ വരെയുള്ള ട്രെയിനുകൾ കാസർഗോഡ് വഴി മംഗളൂരുവിലേക്ക് നീട്ടണമെന്ന ആവശ്യം ഏറെക്കാലമായി നിവേദനങ്ങളായും പരാതികളായും ഉയരുന്നതാണ്. അതിനിടെ അവധിക്കാല യാത്രാനിരക്ക് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സൗകര്യം മുൻനിർത്തി മംഗളൂരു സെൻട്രൽ നിന്ന് പോതനൂരിലേക്കുള്ള പ്രത്യേക വൺ വേ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ സർവീസ് സതേൺ റെയിൽവേ പ്രഖ്യാപിച്ചു. മലബാർ മേഖലയിലെയും മധ്യ കേരളത്തിലെയും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായ രീതിയിലാണ് ട്രെയിനിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ദീർഘദൂര യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജോലി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണ യാത്രക്കാർക്കും ഒരുപോലെ ഈ സർവീസ് സഹായകരമാകും. മംഗളൂരുവിൽ നിന്ന് പോതനല്ലൂരിലേക്കുള്ള മുഴുവൻ ദൂരത്തിനുള്ള സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് നിരക്ക് 380 രൂപയാണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന ട്രെയിനുകളായ മലബാർ എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയവയിൽ പല ദിവസങ്ങളിലും വെയിറ്റിംഗ് ലിസ്റ്റ് 100 കടന്നിരിക്കുകയാണ്. ചില ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്നും പ്രഖ്യാപനങ്ങൾ യാത്രക്കാരിലേക്ക് സമയബന്ധിതമായി എത്തിക്കണമെന്നും വിവിധ യാത്രാ സംഘടനകളും യാത്രക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. വിവിധ റൂട്ടുകളിലായി പ്രത്യേകം ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നതിന് പുറമെ അവയുടെ സമയം, സ്റ്റോപ്പുകൾ, ടിക്കറ്റ് നിരക്ക്, റിസർവേഷൻ ആരംഭിക്കുന്ന സമയം തുടങ്ങിയ വിവരങ്ങൾ കുറഞ്ഞത് 2 മുതൽ 3 ദിവസം മുൻപെങ്കിലും പൊതുജനങ്ങളെ അറിയിക്കണമെന്നാണ് പൊതുവായ ആവശ്യം. അങ്ങനെ ചെയ്താൽ മാത്രമേ യാത്രക്കാർക്ക് യഥാർത്ഥത്തിൽ ഈ സർവീസുകളുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.